ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്നാസ് കിച്ചൺ. ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് വളരെ പണ്ട് മുതലേ അറബ്സ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫുഡാട്ടോ. സൗദി അറേബ്യയിലെ നജ്ദിലാണ് ഈ ഫുഡ് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ഇപ്പോൾ എല്ലാ മിഡിൽ ഈസ്റ്റിലും ഉണ്ടാക്കുന്ന ഒരു ഫുഡാണ്. നമ്മുടെ അൽസ പോലെ തന്നെ കഴിക്കാൻ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. അൽസയുടെ പോലെ തന്നെ, പക്ഷേ കളറിലും ടേസ്റ്റിലും എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൽ കുറച്ച് സ്പൈസസും കുറച്ച് മസാലയും ഒക്കെ ചേർക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിക്കനും ഗോതമ്പും അതുപോലെ സ്പൈസസും എല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് വേണമെങ്കിലും കുക്ക് ചെയ്യാം. എന്നിട്ട് ഒന്ന് ഉടച്ചെടുത്താൽ മതി. അല്ലാതെ നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിലും കുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് രീതിയിലും ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് ഈ രീതിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. നമുക്കിതിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിതിന് വേണ്ടി എടുത്തിട്ടുള്ളത് ക്രഷ്ഡ് വീറ്റാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്കിത് പാക്കറ്റ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത് ഗോതമ്പ് ഒന്ന് നുറുക്കിയെടുത്ത പോലെ ഉള്ളതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നാട്ടിൽ വേണമെങ്കിലും ഗോതമ്പ് നുറുക്കെന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഗോതമ്പ് തന്നെ എടുത്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്ത ശേഷം ഉണ്ടാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. കണ്ടോ, ഇങ്ങനെ നുറുക്കായിട്ടിരിക്കുന്ന ഗോതമ്പാണിത്. ഈ ഒരു കപ്പിന് 2 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയ ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പോൾ ഈ ഗോതമ്പ് നുറുക്ക് ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് തന്നെ ഒരു 5 അല്ലി വെളുത്തുള്ളി ഒന്ന് തൊലി കളഞ്ഞിട്ട് കൊടുത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു സവാള സ്ലൈസായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തത് ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി ഇതൊന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായി സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ചിക്കന് നന്നായി കഴുകി ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വലുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതുപോലെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ചിക്കന് ഒരു 10 പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു തക്കാളി അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, നോർമൽ പീസായിട്ട് കട്ട് ചെയ്ത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വഴറ്റിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ നിറച്ച് കുരുമുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഏലക്കാണ്. അപ്പോൾ ഏലക്ക ഞാനൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്രാമ്പൂ ഒരു 10 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 കഷ്ണം പട്ട. ഇനി നമുക്കിതിലേക്ക് അറബിക് മസാല ഉണ്ടെങ്കിൽ അതൊരു ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഒരു പച്ച ടിന്നിൽ പാക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, കറി പൗഡർ എന്ന് പറഞ്ഞിട്ട്. അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ 2 ടീസ്പൂൺ നിറച്ച് കറി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് 1 ടീസ്പൂൺ ഫുള്ളായിട്ട് നല്ല ജീരകം പൊടിച്ചെടുത്തതാണ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഈ ചിക്കനിലേക്ക് മസാലയും ഒക്കെ ഒന്ന് ഇറങ്ങട്ടെ. ഇപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. 2 ബേ ലീവ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ലെമൺ ഒന്ന് ഒരു ഹോൾ ഉണ്ടാക്കിയ ശേഷം ഇട്ട് കൊടുക്കുക. അപ്പോഴേ ഇതിൻ്റെ ഉള്ളിലത്തെ പുളിയൊക്കെ ഇതിലേക്ക് ഇറങ്ങുള്ളൂ. ഇനി നമുക്ക് ടൊമാറ്റോ പേസ്റ്റാണ് വേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കുമ്പോൾ വെള്ളം ചേർക്കുന്ന മുന്നേ ഈ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ മസാലയിലൊക്കെ കിടന്ന് ഒന്ന് നല്ലപോലെ ഒന്ന് വഴന്ന് വരുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റിന് തന്നെ ഡിഫറെൻ്റ് ആയിരിക്കും. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ വേവാനുള്ള വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാവും. കാരണം നമ്മൾ ഗോതമ്പ് നുറുക്ക് നമ്മൾ വെള്ളം ചേർത്താണ് ഓൾറെഡി വേവിക്കാൻ വെച്ചത്. അപ്പോൾ എല്ലാം കൂടെ വെള്ളം കൂടുതലാവണ്ട. അപ്പോൾ ഈ ചിക്കൻ വേവാൻ പാകത്തിനുള്ള വെള്ളം മാത്രം ഞാൻ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചിക്കൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഈ ചിക്കൻ മാറ്റിയെടുത്ത് ഇനി ഒരു തവയിലിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ പോകാം കേട്ടോ അത്. അപ്പോൾ നമ്മളിതിൻ്റെ മേലെ വെക്കുമ്പോൾ നല്ലൊരു കളറൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് ഓയിൽ പുരട്ടിയ ശേഷം നമുക്കിതൊന്നൊരു തവയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഒരു കളറിൽ കിട്ടിയാൽ മതി. അപ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും ഇതിൻ്റെ മേലെ വെക്കുന്ന സമയത്തും. അതുമാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കാരണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുത്ത ശേഷമല്ലേ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഗ്രേവിയിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ഗോതമ്പ് നുറുക്ക് കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചോ കൂട്ടിയൊക്കെ എടുക്കാം. അപ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ഗ്രേവി ഒന്ന് റെഡി ആക്കിയാൽ മതി. അപ്പോൾ ഇതിന് നല്ലപോലെ ഒന്ന് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ സമയത്ത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒഴിവാക്കുക. കാരണം മറ്റേ ഓയിൽ വെറുതെ ചേർത്ത് കൊടുക്കണ്ട. ഒലിവ് ഓയിലാകുമ്പോൾ നമുക്ക് കുറച്ച് ഹെൽത്തിയാണ്. ഇനി കുറച്ച് ഇതിൻ്റെ മേലെ ഇടാൻ വേണ്ടി കുറച്ച് സവാളയും പിന്നെ ഒരു ബജി മുളകാണ്. അപ്പോൾ അത് ഞാനിതിൻ്റെ പ്രസൻറ്റേഷന് വേണ്ടി ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിലോട്ട് ഈ ജിറീഷ് വിളമ്പി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബജി മുളകാണ്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയതാണ്, ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം പച്ചമുളക് ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എരിവും ഉണ്ടാവും. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ചേർത്ത് കൊടുക്കാറുണ്ട് ചില സമയത്ത്. ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് ഫ്രൈ ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി മേലെ കുറച്ച് നമുക്ക് ഒലിവ് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒലിവ് ഓയിൽ നമ്മൾ ഈ കുക്ക് ചെയ്യാതെ കഴിക്കുമ്പം അത് നമ്മൾ ആരോഗ്യത്തിന് നല്ല ഗുണം ചെയ്യുന്നതാണ്. രാത്രിയിൽ 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ കുടിച്ച് കിടക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ കോൺസ്റ്റിപ്പേഷനൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ നല്ലതായിരിക്കും വയറ്റിന്. അപ്പോൾ ഇതുപോലെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഞാനൊന്ന് പ്രസൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. കാണാൻ മാത്രമല്ല നല്ല ടേസ്റ്റായിട്ട് ഉള്ള ഒരു ഡിഷാണ്. അപ്പോൾ നിങ്ങളിതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക്സൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ കോമ്പറ്റീഷൻ അതും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടെ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വേണ്ടവർക്ക് അതും കൂടെ നോക്കി അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പങ്കെടുക്കാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ജസ്നാസ് കിച്ചൻ.